ഹലോ! അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയിൽ നമ്മളെയൊക്കെ കണ്ണീരണിയിക്കുന്ന നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത്. അതേ കൂട്ടുകാരെ, ആ ഒരു വിഷം ആ ഒരു പലഹാരത്തിന്മേൽ ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പലഹാരം നമ്മുടെ മഹാലക്ഷ്മി എടുത്ത് കഴിക്കുകയും മഹാലക്ഷ്മിയുടെ വയറ്റില് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. മഹാലക്ഷ്മി നിർത്താതെ ഛർദ്ദിക്കുന്നുണ്ട്. ശേഷം നമ്മുടെ അനന്തവും ലേഖയും കൂടെ ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ തോമസ് വൈദ്യരുടെ അടുത്തേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു രംഗങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് മൊത്തത്തിൽ ആകപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാട്ടോ. കാരണം ഇങ്ങനെ പൊട്ടന്മാരാക്കാമോ എന്നും ചില പ്രേക്ഷകരൊക്കെ ചോദിച്ചു തുടങ്ങി. കാരണം ഇത്രയും വലിയ വീട്ടില് സിസിടിവി ഇല്ലേ എന്നുള്ളൊരു ചോദ്യം അപ്പോഴും ബാക്കി തന്നെയാണ്. അല്ലേ കൂട്ടുകാരെ? എന്നിരുന്നാൽ കൂടി നമ്മുടെ മഹാലക്ഷ്മി തോമസ് വൈദ്യരുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പുറത്ത് ഉണ്ണിയാണെങ്കില് കണ്ണനോട് കാര്യങ്ങള് പറയുന്നുണ്ട്. അതായത് പ്രതാപൻ ഇതേപോലെ ആള് വിട്ട് ആ പലഹാരത്തിലൊക്കെ വിഷം പുരട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെന്നും, ആ പലഹാരം മഹാലക്ഷ്മി കഴിച്ചുവെന്നും, അത് കഴിച്ച് കുഞ്ഞ് മാത്രമേ ഇല്ലാതാകുകയുള്ളൂ, മഹാലക്ഷ്മിക്ക് അപകടമൊന്നും പറ്റത്തില്ല എന്ന് നമ്മുടെ ഉണ്ണി കണ്ണനോട് പറയുന്നുണ്ട്. അപ്പൊ കണ്ണൻ ഉറപ്പായിട്ടും വേഗം നമ്മുടെ തോമസ് വൈദ്യരുടെ അവിടെ എത്തും. ഇനി തോമസ് വൈദ്യരുടെ അവിടെ നമ്മുടെ കണ്ണൻ എത്തുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതും വലിയ ചോദ്യം തന്നെയാണ്. നമ്മുടെ വൈദ്യർക്ക് മഹാലക്ഷ്മിയെ രക്ഷിച്ചെടുക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ കുഞ്ഞ് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ട് നമ്മുടെ മഹാലക്ഷ്മി സമനില തെറ്റി നിൽക്കുന്ന ഒരു നിമിഷങ്ങളായിരിക്കുമോ നമ്മുടെ കണ്ണൻ കാണാൻ പോകുന്നത്? ഒന്നും പറയാൻ പറ്റില്ല അല്ലേ? കാത്തിരിക്കാം ട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.